നമസ്കാരം, ഷാഫി ദ വാട്സപ്പ് എക്സ്പെർട്ട്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ നോക്കുന്നത് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് നേരിടുന്ന കുറേ പ്രശ്നങ്ങളും അവർക്ക് വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതുപോലെ എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് തുടങ്ങിയ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മൾ എന്താണ് പ്രോബ്ലംസ് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, ഇൻടാഞ്ചിബിലിറ്റി ഓഫ് സർവീസ്. ഈ സർവീസ് നമുക്ക് ടാഞ്ചിബിൾ അല്ല, അല്ലെങ്കിൽ തൊട്ടു നോക്കാനോ അല്ലെങ്കിൽ കാണാനോ ഇതൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കുറച്ച് റിസ്ക് അല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ആളുകൾക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി വരിക എന്നുള്ളത്. പിന്നെ ക്വാളിറ്റി, പല എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെയും കണ്ടന്റുകളും അല്ലെങ്കിൽ മറ്റുള്ള സർവീസ് ക്വാളിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോശമാണ്. ജസ്റ്റ് ഒരു കാശിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് മണി ഓറിയന്റഡ് മാത്രമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് സർവീസോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളോ കൊടുക്കാതെ നിങ്ങൾ ഇരുന്നിട്ട് പിന്നെ ലീഡ് വരുന്നില്ല അല്ലെങ്കിൽ ബിസിനസ് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ഫസ്റ്റ് എന്താണ്, ക്വാളിറ്റി എൻഷുർ ചെയ്യുക, ക്വാളിറ്റി സർവീസസ്, ക്വാളിറ്റി കണ്ടന്റ് എല്ലാം ചെയ്യാം. പിന്നെ ലോങ് സെയിൽസ് സൈക്കിളാണ്. മണി ഓറിയന്റഡ് മാത്രമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് ഇതിൽ ഒന്ന് കുറെ സമയം എടുക്കും ഇവർ തീരുമാനം എടുത്തവർ, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് എങ്ങോട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ സെയിൽസ് സൈക്കിളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലർക്കും പിന്നെ ചേഞ്ച് ചെയ്തിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ കൂടാതെ ചിലപ്പോൾ ഇതിൽ മൾട്ടിപ്പിൾ പേഴ്സൺസ് ഇൻവോൾവ് ആയിരിക്കും ചെയ്യും. ഇപ്പോൾ സപ്പോസ് ഒരു സ്റ്റുഡന്റ് മാത്രമല്ല, ആ സ്റ്റുഡന്റിന്റെ പാരന്റ്സും കൂടി ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ പാരന്റ്സിന്റെ ഒരു കൺവീനിയൻസ് മാത്രം നോക്കിയാൽ പോരാ, സ്റ്റുഡൻസിന്റെ കൺവീനിയൻസ് കൂടി നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ പാർട്ടീസും ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ ലോങ് സെയിൽസ് സൈക്കിൾ തന്നെയാണ്. ഡിപ്പെൻഡൻസ് ഓൺ പേഴ്സണൽ റിലേഷൻഷിപ്പ്. എപ്പോഴും ഇതിൽ ഒരു റിലേഷൻഷിപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ അവരുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്നാലേ, കാരണം കോമ്പറ്റീഷൻ നന്നായിട്ടുള്ളൊരു മേഖല തന്നെയാണ്. അപ്പോൾ മാക്സിമം അവരുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഓട്ടോമാറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് അപ്ഡേറ്റുകളും പെട്ടെന്ന് ഇൻഫർമേഷൻസും കൊടുത്ത് പിന്നെ നമ്മളെ ഒരു പേഴ്സണൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ കുറേ ലീഡ് എടുത്ത് അല്ലെങ്കിൽ കുറേ ആഡ് ചെയ്ത് അതിൻ്റെ സംഭവങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാവുന്ന സമയത്ത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടോ യാതൊരു കാര്യമില്ല. ഇഷ്ടം പോലെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് 100 കണക്കിന് അല്ല 1000 കണക്കിന് കേരളത്തിലുണ്ട്. കേരളത്തിന് പുറത്തും ഇതേ തന്നെയാണ് അവസ്ഥ. അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ ആ ഒരു ലീഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എത്ര പെട്ടെന്ന് നമ്മുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ സെയിലും. പിന്നെ ലിമിറ്റഡ് വിസിബിലിറ്റി കുറവാണ്. അത് നമുക്ക് കണ്ടന്റിലൂടെ തന്നെ നമുക്ക് വിസിബിലിറ്റി കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഓൺലൈൻ റെപ്യൂട്ടേഷനും പിന്നെ അതുപോലെ ഫീഡ്ബാക്കും റിവ്യൂസും ഇതെല്ലാം കൂട്ടിയിട്ട് അതുപോലെ നല്ല കണ്ടന്റുകളും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, വിസിബിലിറ്റി കൂട്ടുക തന്നെ വേണം. പിന്നെ മാർക്കറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോ രാജ്യത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ കോഴ്സിനെ കുറിച്ചൊക്കെ ചെയ്യുമ്പോൾ അവരുമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകൾ മാക്സിമം ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അല്ലാതെ അവരുടെ ഒരു അറിവില്ലായ്മയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി മുതലാക്കി ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നിങ്ങൾക്ക് കുറച്ച് കാശ് കിട്ടുമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഒരു നല്ല പേരാണ്. അപ്പോൾ ആ ഒരു ഗുഡ് വില്ല് പോകും. പിന്നെ അവർ മുഖേന തന്നെ നിങ്ങൾക്ക് വരേണ്ടതായിട്ടുള്ള കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. കൂടാതെ ഇതെല്ലാം ഗ്രാജുവലി എന്ത് ചെയ്യുക, നിങ്ങളുടെ റിവ്യൂസിനെയും മറ്റുള്ളതിനൊക്കെ ബാധിക്കും. അപ്പോൾ മാക്സിമം നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, നല്ല രൂപത്തിൽ കണ്ടൻസുകൾ കൊടുക്കുക അവരെ, എന്നിട്ട് അതിനെ ബിസിനസ്സാക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ എല്ലാ ബിസിനസ്സിനും പറയുന്ന പോലെ തന്നെ എല്ലാ സെയിൽസ് ടീമും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീമും വരുത്തുന്നൊരു സംഭവമാണ് ഡിലേ അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേഷൻ. ഡിലേ വരുത്തുക, ഫോളോ അപ്പിൽ ഡിലേ വരുത്തുക, റെസ്പോൺസിൽ ഡിലേ വരുത്തുക. ഇത് നിങ്ങൾക്ക് മാനുവലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിലേ വരും, ഉറപ്പാണ്, 100% ഉറപ്പാണ്. അതിൽ നിങ്ങൾ ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ടും മറ്റൊക്കെ ചെയ്താലേ കാര്യമുള്ളൂ. അല്ല നിങ്ങളെല്ലാം മാനുവലായിട്ട് തന്നെ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡിലേ വരും. ഇതിൽ ഇനിയുള്ള സൊല്യൂഷൻസാണ് ഞാൻ പറയുന്നത്, എങ്ങനെയൊക്കെ സൊല്യൂഷൻ കൊടുക്കാം. ഒന്ന്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വിർച്വൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ചാറ്റ് ബോട്ട്. അത് പല രൂപത്തിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. എന്താണ് നമുക്ക് ആവശ്യം, ഈ ഒരു സ്റ്റുഡൻറ്റ് നമുക്ക്
എൻക്വയറി നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറേ ബേസിക് ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമാണ്. അതിനിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും 1000 സ്റ്റുഡൻ്റ് ആണെങ്കിലും നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിമാണ്. അവരുടെ ആൻസേഴ്സാണ് വ്യത്യാസപ്പെടുന്നുള്ളൂ. പിന്നെ എന്തിനാണ് നമ്മൾ അവിടെ ഒരു ബാരിയർ ഇട്ട് കൊടുക്കുന്നത്? അവർക്കും എത്രയും പെട്ടെന്ന് വേണ്ടത് ഇൻഫർമേഷൻസാണ്. അപ്പോൾ ഓട്ടോമേറ്റഡ് മെസ്സേജസും ലീഡ് ജനറേഷനും ലീഡ് ക്വാളിഫിക്കേഷൻ എല്ലാം ഇത് ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ അപ്ഡേറ്റുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, നല്ല കണ്ടന്റുകൾ കൊടുക്കുക, എപ്പോഴും അവർക്ക് അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ഇതൊരു ലോങ് സെയിൽസ് സൈക്കിളാണ്. ഇതിൽ നിങ്ങൾ ഒരു തവണയോ അല്ലെങ്കിൽ ഒരു ദിവസമോ നിങ്ങൾക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മാക്സിമം കണ്ടന്റുകൾ ഇത് കൊടുത്താലേ പറ്റുള്ളൂ. അവരുമായിട്ട് ഒരു റിലേഷൻ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ഇത് പോയാലേ പറ്റുള്ളൂ. പിന്നെ ഫീഡ്ബാക്കുകൾ, സർവേസ് ഇതൊക്കെ കണ്ടക്ട് ചെയ്യുക. മാക്സിമം അഭിപ്രായങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെക്കുറിച്ച് മാർക്കറ്റിലുള്ളത്, അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ ഫർദറായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. കൂടാതെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജിങ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒരാൾക്ക് ഒരു എക്സ് എന്ന രാജ്യത്തേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ എക്സ് എന്ന കോഴ്സിലേക്കാണ് പോകേണ്ടത്, അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൊടുക്കുക. വേറൊരു ആൾക്ക് വൈ എന്ന രാജ്യത്തേക്ക് അല്ലെങ്കിൽ വൈ എന്ന കോഴ്സാണ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. ഇതെല്ലാം ആദ്യം നമ്മൾ ഒരു ലീഡ് വരുമ്പോൾ തന്നെ സെഗ്മെൻറ്റൈസ് ചെയ്യണം. ഇതിന് ടെക്നോളജി കൂടിയേ തീരുള്ളൂ, ടെക്നോളജി അഡാപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ എല്ലാം മെട്രിക്സും പിന്നെ അതുപോലെ ഇതെല്ലാം ട്രാക്ക് ചെയ്യാവുന്ന രൂപത്തിലും എല്ലാം ചെയ്യാം. ഇന്ന് പല എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെയും ആഡുകളൊക്കെ കണ്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ എൻക്വയറി നടത്തുമ്പോൾ വളരെയധികം സമയം എടുത്തിട്ടാണ് പലരും റെസ്പോണ്ട് ചെയ്യുന്നത്. എൻ്റെ സ്വയം അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. 24 hour പോലും പലരും മിനിമം 24 hour പലരും എടുക്കുന്നത്. അതിൽ കുറവ് റിപ്ലൈയിലേക്ക് വരാൻ നോക്കുക, അതിൽ കുറവ് സമയത്തിലേക്ക് വരാൻ നോക്കുക. ഒരു ലീഡ് കൺവേർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള പറഞ്ഞ് 5 മിനിറ്റിനുള്ളിലാണ്. ഒരു എൻക്വയറി വന്ന് 5 മിനിറ്റിനുള്ളിലാണ്. അത് ഓരോ സമയം കഴിയും തോറും അതിൻ്റെ ചാൻസുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാം. ഈ ചാറ്റ് ബോട്ടുകൾ, മറ്റുള്ള ഓട്ടോമേഷൻസ് തുടങ്ങിയ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പിലാവണം, അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു ഇന്നോവേറ്റർ ആവണം. അതിൽ അല്ലെങ്കിൽ ഓരോ ടെക്നോളജി അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ ആദ്യം കൊണ്ടുവരുന്ന, അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എടുക്കുന്ന വ്യക്തി ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറിയേ തീരുള്ളൂ. അല്ലാണ്ട് മറ്റുള്ളവർ അത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇയാളത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആരൊക്കെ അത് ചെയ്തിട്ടുണ്ട് എന്ത് നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. മറ്റുള്ളവരെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്തിട്ടോ അവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടോ കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് ആവാൻ നോക്കുക. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന രൂപത്തിൽ ആവാൻ നോക്കുക. എനിവേ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഞാൻ കൂട്ടി അല്ലെങ്കിൽ കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങൾ നല്ലൊരു ഭാവി നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എനിവേ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.